അടിപൊളി സൂപ്പർ സിനിമ എന്ന് പറയുമ്പോൾ ട്വിസ്റ്റിന്മേൽ ഇത്രയധികം ട്വിസ്റ്റുള്ള മലയാള സിനിമ അടുത്ത കാലത്തൊന്നും ഇറങ്ങിയിട്ടില്ല. ഇങ്ങനെ പടത്തിന്റെ പേര് ട്വിസ്റ്റ് എന്ന് വെച്ചാൽ മതിയായിരുന്നു. കാരണം വളരെ മോശമെന്ന് പറയാൻ പാടില്ല, കാണാം. നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പല സ്ഥലത്തും ട്വിസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. വ്യത്യസ്തമായിരുന്നു നമ്മുടെ ലോകം എന്ന് പറഞ്ഞ പടം. അത് ഏറി എല്ലാവർക്കും ഒരു അൺഎക്സ്പെക്റ്റഡ് ഒരു അനുഭൂതി ഉണ്ടാക്കി തന്നു. അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ ഇതിലോട്ട് വരുമ്പോൾ ഇതിൻ്റെ ഗ്രാഫ് വളരെ താഴെ നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. അടിപൊളി സൂപ്പർ സിനിമ എന്ന് പറയുമ്പോൾ ട്വിസ്റ്റിന്മേൽ ഇത്രയധികം ട്വിസ്റ്റുള്ള മലയാള സിനിമ അടുത്ത കാലത്തൊന്നും ഇറങ്ങിയിട്ടില്ല. ഇങ്ങനെ ഓരോ തവണയും ഇങ്ങനെ നമ്മൾ വിചാരിക്കും അതിനെ കഥാഗതി ഇങ്ങനെ മാറ്റി മാറ്റി യാതൊരു ലാഗുമില്ല. നമ്മളങ്ങ് എൻഗേജ് നമ്മളെ സീറ്റ് എഡ്ജിലിരുത്തുമെന്ന് പറയില്ല, അത്രയ്ക്ക് നല്ലൊരു മൂവി, അത്രയ്ക്ക് നല്ലൊരു തിരക്കഥ. കഥ ഇങ്ങനെ നല്ല ഒഴുക്കിനാണ് കൊണ്ടുപോയത്. നമുക്ക് കൺഫ്യൂഷൻസ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. ആ കൺഫ്യൂഷൻസ് അവർ കഥയിൽ തന്നെ പറഞ്ഞ് തീർത്ത് പോകും. സിനിമ തീരുമ്പോൾ നമുക്ക് യാതൊരു കൺഫ്യൂഷൻ ഇല്ലാതെ പുറത്തിറങ്ങി വരാം. നല്ലൊരു നമ്മൾ അവസാനമൊക്കെ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത സംഭവങ്ങളാണ് ഈ സിനിമയുടെ അവസാനം ഈ കഥയിലൊക്കെ വരുന്നത്. അടിപൊളി. നമുക്ക് ഒരു അടുത്തൊരു എന്താ പറയുക സൂപ്പർ ഹിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് നല്ലൊരു മൂവി, ഭംഗിയായിട്ട് ജിത്തു ജോസഫ് ചെയ്തു. എങ്ങനെ ഒരു ആസിഫ് അലി ആ ടീം വരുമ്പോൾ ഒരു സസ്പെൻസ് ഒക്കെ ഉണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമ എന്ത് പറയണം, ഒരു ആവറേജ് ഫ്ലിക്കാണ്. വേറെ അതായത് ജിത്തു ജോസഫ് പടം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ത്രില്ലർ സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അല്ല നോർമൽ പടങ്ങൾ എടുക്കുമ്പോൾ അതെല്ലാം പോയിട്ടുണ്ട്, ഇല്ല എന്നല്ല. ത്രില്ലർ പടങ്ങൾ ഇതുവരെ ജിത്തു ജോസഫിന് വീഴ്ച വന്നിട്ടില്ല. പക്ഷേ ഈ പടം അത് വെച്ച് നോക്കുമ്പോൾ ഒരു താഴ്ന്ന ലെവലിലാണ് നിൽക്കുന്നത്. കാരണം ഒരു ഹൈ മൊമെൻറ്റ്സോ ഫീലിങ്ങോ കാര്യങ്ങളോ ഒന്നും തരാനില്ല. അത് സാധാ നോർമൽ ഒരു പടമാണ്. ട്വിസ്റ്റുകളാണെങ്കിൽ എ ടു സെഡ് പ്രഡിക്റ്റബിൾ ആണ്. ഓരോരുത്തരുടെ സീരിയലുകൾക്ക് അവർക്ക് കൊടുക്കുന്ന ട്വിസ്റ്റുകൾ എന്താണെന്ന് നമുക്ക് പടം കാണുമ്പോഴേ മനസ്സിലാവും. അത് അതുപോലെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. പെർഫോമൻസ് വൈസ് ഒക്കെയാണ് പടം. സത്യം പറഞ്ഞാൽ ആസിഫിക്ക് അപർണ മല്ലൂരിനാണ് ഈ പടം നമുക്ക് കണ്ടുകൊണ്ടിരിക്കാനുള്ള ഒരു ഫീലിംഗ് തരുന്നത്. അവർ ആക്ടിങ് ഒന്നും അടുപ്പിക്കാത്ത കാര്യങ്ങളില്ലാതെ സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇതിൽ പടം സെറ്റായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ആസിഫിക്ക് തന്നെയാണ് ഇതിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയാനുള്ളത്. വേറെ ഈ ദൃശ്യത്തിനേക്കാൾ എഫോർട്ട് എടുത്ത് അങ്ങനെ പറയാൻ മാത്രം ഒന്നും തോന്നിയിട്ടില്ല. അതൊക്കെ ടോപ്പ് ക്ലാസ് ചെയ്യുന്ന പടങ്ങളാണ്. അതിനേക്കാൾ എഫോർട്ട് എടുത്തെന്ന് പറയുമ്പം നമ്മൾ അതിനേക്കാൾ പ്രതീക്ഷ വെക്കും. നോക്കുമ്പോഴത്തേക്ക് ഒന്നുമില്ല, ഒരു ആവറേജ് ഫീലിൽ പോയി, അത്രേ ഉള്ളൂ. വളരെ മോശമെന്ന് പറയാൻ പാടില്ല, കാണാം. നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പല സ്ഥലത്തും ട്വിസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ആ ട്വിസ്റ്റ് ഒന്നും ഒരിടത്തും കൂട്ടി യോജിക്കാതെ പോകുന്ന നിലയിൽ പൊന്നിഷെ ആ അപർണ ബാലമുരളിയൊക്കെ നല്ല രീതിയിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സ് മാത്രം കണ്ടാൽ തൂക്കിയും നമുക്ക് പ്രതീക്ഷിക്കുന്ന ഒരു ക്വാളിറ്റി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു നെഗറ്റീവ് റോളാണ് ക്ലൈമാക്സിലേക്ക് വരുന്നത്. നമുക്ക് ആ ആസിഫ് അലിയുടെ റോളൊക്കെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഫേസ് എക്സ്പ്രഷൻ ആ റോളൊക്കെ പക്കയാണ്. ഇടയ്ക്ക് ഇറങ്ങിയ ഒരു നടൻ്റെ സിനിമയാണ്, ഒരു 20 മിനിറ്റ് വേണമെങ്കിൽ ഒന്ന് കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞു. അതുപോലെ ഇത് ക്ലൈമാക്സിന് വേണ്ടി മാത്രം ഈ സിനിമ കാണാൻ വരാൻ പറ്റുമോ? ഇല്ല, ക്ലൈമാക്സിന് മാത്രമേ. ഞാൻ ഫസ്റ്റ് ഹാഫ് വളരെ മോശം നിലയിലേക്ക് തുടങ്ങി, പക്ഷേ സെക്കൻഡ് ഹാഫ് ഒന്ന് ഭയങ്കരമായി കൊളുത്തി. പക്ഷേ വീണ്ടും അതെവിടേക്കോ സ്കിപ്പായി പോയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൻ്റെ എൻഡിലും നല്ലൊരു റോൾ വരുന്നുണ്ട്. ക്ലൈമാക്സിൽ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് വരുന്ന ട്വിസ്റ്റൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഓവറോൾ ഒരു നോക്കുമ്പോൾ ഒരു ആവറേജ് മൂവിയിലേക്ക് നമുക്ക് തരണം. ഡെഫിനറ്റ് ആ കോംബോ ഒരു പക്ഷേ സ്വീകാര്യത ഉള്ള ഒരു കോംബോയാണ്. സത്യം പറഞ്ഞ ഒരു റോയൽ മിറാജാണ് പ്രതീക്ഷിച്ചത്. കാരണം ജിത്തു ജോസഫ് എസ്പെഷ്യലി നമ്മൾ ആ സംസ്ഥാന ആ ഒരു ഫൈനലിസ്റ്റിൽ നിൽക്കുന്ന ആസിഫ് അലിയെ പോലുള്ള നല്ലൊരു നടൻ്റെയൊക്കെ ആസിഫ് അലിക്ക് പ്രത്യേകം ഇനീഷ്യേറ്റ് ഒരു കളക്ഷൻ വരുന്നതാണ്. പക്ഷേ ഈ തിരക്കഥ എവിടെയോ ചെറിയ പാളിച്ച സംഭവിച്ചിട്ടുണ്ട്. അടിച്ചതിശയിപ്പിക്കാൻ പാടില്ല. നല്ല കുറേ രംഗങ്ങളും വരുന്നുണ്ട്. നമുക്ക് നോക്കുമ്പോൾ ഒരു ആവറേജ് മൂവി ഡെഫിനറ്റ്ലി വൺ ടൈം കാണാൻ പറ്റുന്ന തരത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ പറഞ്ഞു റോയൽ മിറാജാണ് പ്രതീക്ഷിച്ചത്. ഒരു മിറാജിൽ തന്നെ ഒതുങ്ങിപ്പോയി. ആ ഒരു നിരാശ എനിക്ക് നിരാശയായിട്ടാണ് തോന്നിയത്. പ്രതീക്ഷ ഇല്ലാതെ വന്നത്. ആ പ്രതീക്ഷ ഇല്ലായ്മയിൽ നിന്നു. അതായത് നമ്മൾ കണ്ടുമെടുത്ത കാര്യങ്ങൾ ഇപ്പോൾ ഒരു 10-20 വർഷം മുമ്പ് ഇറങ്ങിയിരുന്നെങ്കിൽ ചിലപ്പോൾ അത് ഹിറ്റാകുമായിരുന്നു. ഈ വീണ്ടും ഒരേ പാറ്റേണിൽ വന്നിട്ട് എന്ത് കാര്യം? നമ്മുടെ ക്യാഷും പോയി, സമയവും പോയി. ത്രില്ലറിൽ ഭയങ്കരമായ മടുപ്പുണ്ടായിരുന്നു സ്വാഭാവികമായിട്ട്. ആദ്യം നിന്നൊരു വ്യത്യസ്തമായിരുന്നു നമ്മുടെ ലോകം എന്ന് പറഞ്ഞ പടം. അത് ഏറി എല്ലാവർക്കും ഒരു അൺഎക്സ്പെക്റ്റഡ് ഒരു അനുഭൂതി ഉണ്ടാക്കി തന്നു. അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ ഇതിലോട്ട് വരുമ്പോൾ ഇതിൻ്റെ ഗ്രാഫ് വളരെ താഴെ നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. പിന്നെ അനുഭവ പിന്നെയും മറ്റേ നായിക പിന്നെയും കുഴപ്പമില്ലാതെ അഭിനയിച്ചെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ക്ലീശ നമുക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കും. പടം കുഴപ്പമില്ല. പടത്തിൻ്റെ പേര് ട്വിസ്റ്റ് എന്ന് വെച്ചാൽ മതിയായിരുന്നു. കാരണം പടം തുടക്കം മുതൽ അവസാനം വരെ ഒരു 5-6 ട്വിസ്റ്റ് ഉണ്ട്. പക്ഷേ ആ ട്വിസ്റ്റ് ഫുള്ള് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യുന്ന ട്വിസ്റ്റാണ്. പിന്നെ പടം എഴിച്ചലാണ്. അതാണ് ആ ട്വിസ്റ്റ് പോലും കുഴപ്പമില്ല. പക്ഷേ പടം എഴഞ്ഞെഴിഞ്ഞ് പോകുന്നതുകൊണ്ട് ഒരു ആവറേജ് ഫീലാണ് പടം നൽകുന്നത്. കോമ്പിനേഷൻ വരുന്നൊരു സിനിമയല്ലേ ഒരു കൂട്ടിട്ടില്ല. അപ്പോൾ ആ ഒരു പ്രതീക്ഷ കൂടി കൊണ്ടാണോ? ആ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ കൂമൻ്റെ അത്രയും ഇതല്ല, സാറ്റിസ്ഫൈഡ് ആയില്ല. നന്നായിട്ടുണ്ട്.